الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൽ മുൽക്കിലൂടെ നമ്മെ അറിയിച്ചു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. ഏതൊരുവൻ്റെ കയ്യിലാണോ സർവാധിപത്യമുള്ളത്, ആ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂർണനായിരിക്കുന്നു. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാകുന്നു. ആ റബ്ബ് അല്ലാഹുവാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത്. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടി. എന്താണ് പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നത്. വഹുവൽ അസീസുൽ ഗഫൂർ, അല്ലാഹു അൽ അസീസാണ്, എല്ലാ പ്രതാപവും ഉള്ളവനാണ്. അൽ ഗഫൂറാണവൻ, ഏറെ പൊറുക്കുന്നവനുമാകുന്നു. ഈ ആയത്തുകൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്, നാം ഈ ജീവിക്കുന്നത്, നമ്മുടെ സമയം വന്നെത്തിയാൽ നമ്മൾ മരിച്ചു പോകുന്നത്, നമ്മളൊരു പരീക്ഷണത്തിൻ്റെ നടുവിലാണുള്ളത്. അല്ലാഹു നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണം, ആരാണ് സൽക്കർമ്മങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്നത് എന്ന പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിനു വേണ്ടി ഏറ്റവും നന്നായി പരിശ്രമിക്കുക, ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ഇബാദത്തുകൾ അതവൻ്റെ തൃപ്തിയുള്ള രൂപത്തിൽ കൃത്യമായി നിറവേറ്റുക, അവനിലുള്ള പ്രതീക്ഷയോടെ, അവൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇഅ്ലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങളറിയുക, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അതോടൊപ്പം അല്ലാഹു ചേർത്തു പറഞ്ഞു, വ അന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അവൻ ഏറെ പൊറുത്തു നൽകുന്നവനാണ്, വിട്ടുവീഴ്ച നൽകുന്നവനാണ്, അവൻ കരുണയുള്ളവനുമാകുന്നു. നോക്കൂ, നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ, യാഥാർത്ഥ്യവൽക്കരിക്കാൻ സാധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം: ഭയപ്പാടും പ്രതീക്ഷയും. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാം. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാതി വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. അള്ളാഹുവിൻ്റെ നബിമാർ അവർ നന്മകളിൽ കുതിച്ചു മുന്നേറുന്നവരാണ്, അതോടൊപ്പം നമ്മോട് പ്രാർത്ഥിക്കുന്നവരാണ്. എങ്ങനെ? അതിയായ പ്രതീക്ഷയോടെ, അതേപോലെ തന്നെ ഭയപ്പാടോടുകൂടി. അതുപോലെ അവർ ഭയഭക്തി കാത്തുസൂക്ഷിക്കുന്നവരുമാകുന്നു.
സഹോദരങ്ങളെ, ഈ ഒരു ആമുഖം പറഞ്ഞു വച്ചത് അള്ളാഹു നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നാം പൂർത്തീകരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ നാം ശ്രദ്ധിക്കണം. അള്ളാഹുവിലുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള ഭയം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് സ്വർഗമാണ്. അതേപോലെ തന്നെ നമുക്ക് ഭയപ്പെടാനുള്ളത് നരകവും ആ നരകത്തിലെ ശിക്ഷയുമാണ്. നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. നേരത്തെ നമ്മൾ ആദ്യം കേട്ട ആയത്തിൽ പറഞ്ഞതുപോലെ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകും. ആ സ്വർഗത്തിനുള്ള അതിനുവേണ്ടിയുള്ള പരീക്ഷണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം, അത് പ്രതീക്ഷയോടെ ഒരു ഭാഗത്ത് നമുക്കുണ്ടാവണം. അതോടൊപ്പം അതിന് വിപരീതമായ നരകത്തിൽ ചെന്ന് പതിച്ചു പോകുമോ എന്ന പേടിയും ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ അതിരുകവിഞ്ഞു പോവാൻ പാടുള്ളതല്ല. ഒരാൾ പ്രതീക്ഷ മാത്രം വെച്ച് ജീവിച്ചാൽ അയാൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്താലും അള്ളാഹു എനിക്ക് പുറത്തു തരും, ഞാനൊക്കെ സ്വർഗത്തിൽ പോയിട്ട് ആരെങ്കിലും പോവുള്ളൂ എന്ന ചിന്ത ഒരിക്കലും നമുക്കുണ്ടാവരുത്. അതേപോലെ ചില ആളുകൾക്ക് ഭയം മാത്രമായിരിക്കും, ഒരു പ്രതീക്ഷയും ഉണ്ടാവുകയില്ല. തെറ്റ് ചെയ്തു പോയാൽ ഇനി ഏതായാലും തെറ്റ് ചെയ്തു, ഇനി അങ്ങനെ തന്നെ മരിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഇതിന് രണ്ടിനും മധ്യയാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിക്കാനുണ്ട്, അവൻ്റെ മഗ്ഫിറത്ത് പാപമോചനം പ്രതീക്ഷിക്കാനുണ്ട്. നമ്മൾ കേട്ട ആയത്തുകളിലൊക്കെ അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. അതോടൊപ്പം അവൻ്റെ ശിക്ഷയെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ അനുഭൂതികളും അതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ചില മാർഗങ്ങളുമാണ് ഈ അവസരത്തിൽ എന്നോടെന്നതുപോലെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിച്ച ആളുകൾക്ക്, അഥവാ അവൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച ആളുകൾക്ക് ഒരുക്കി വെച്ചതാണ് സ്വർഗം, അൽ ജന്ന. ആ സ്വർഗത്തിൽ എല്ലാമുണ്ട്, എല്ലാം. അതിലേറ്റവും മഹത്തരമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത്. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, എൻ്റെ നല്ലവരായ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. എൻ്റെ ആർക്കാണ്? നല്ലവരായ അടിമകൾക്ക്, സ്വാലിഹീങ്ങൾക്ക്. അഥവാ നമ്മൾ ആദ്യം കേട്ട ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. പരീക്ഷണത്തിൽ വിജയിച്ച ആളുകൾ, ആ വിജയിച്ച ആളുകൾക്ക്, സ്വാലിഹീങ്ങൾക്ക് നാം ഒരുക്കി വച്ചിരിക്കുന്നു മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു സൃഷ്ടിയുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചെടുക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ളത്. 3 കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. ഒരു കണ്ണും കണ്ടിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ചില ചിത്രങ്ങൾ, ചില വീഡിയോകളൊക്കെ കാണാറുണ്ട്. ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ, അതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലം, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പച്ചപ്പും ഭംഗിയും മനോഹാരിതയും കൊണ്ട് സമൃദ്ധമായ ചില പ്രദേശങ്ങൾ, ചില രാജ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് മനുഷ്യർ കണ്ടിരിക്കുന്നു, നമ്മൾ നേർക്കുനേരെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അത് കണ്ട് ആളുകൾ അതിൻ്റെ ചിത്രം പകർത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇനി എന്താണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടൂല. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അപ്പുറത്തത് എന്തായിരിക്കും? അതാണ് സ്വർഗത്തിലുള്ളത്. വലാ ഉദുനുൻ സമിഅത്,
ആ സ്വർഗത്തെക്കുറിച്ച് പരിപൂർണമായി ഒരു കാതും കേട്ടിട്ടില്ല. ആ സ്വർഗത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നതിൻ്റെ ചില പേരുകൾ ഖുർആനിലും സുന്നത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കേവലം പേരുകൾ മാത്രമാണത്. ദുനിയാവിലെ ചില കാര്യങ്ങളോടുള്ള സാദൃശ്യം പേരുകളിൽ മാത്രമേ അതുള്ളൂ. എന്തുമാവട്ടെ, ചില കാര്യങ്ങൾ നമുക്ക് ആയത്തുകളിലൂടെ കേൾക്കാം. അതൊക്കെ പേരുകൾ കൊണ്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതും സ്വർഗത്തിലുള്ളതുമായി പേരിന്റെ ബന്ധമല്ലാതെ മറ്റൊരു ബന്ധവുമില്ല. എന്താണ് അതിൻ്റെ അകത്തുള്ളത് എന്ന് ഒരാളും കൃത്യമായി കേട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭംഗിയുള്ള രാജ്യം, വേണ്ട അടുത്ത് കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ആരെങ്കിലുമൊക്കെ പോയി തിരിച്ചു വന്നാൽ എന്തൊരു ഭംഗിയാണ്, എന്താണ് അവിടുത്തെ ഒരു കാഴ്ച, എന്തൊരു കാറ്റ്, എന്തൊരു തണുപ്പ്, എന്തൊരു ഭംഗി, ഇതൊക്കെ ആളുകൾ പറഞ്ഞിങ്ങനെ വർണ്ണിച്ച് അടുത്ത ആളുകൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നും. ഇങ്ങനെ ഒരാൾ വന്നു പറഞ്ഞിട്ടില്ല സ്വർഗത്തെക്കുറിച്ച്. ആരും അത് കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യൻ, ഒരു സൃഷ്ടിയും അവന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും ഇപ്പൊ സ്വർഗം? ആ സ്വർഗത്തിലെ മണിമാളികകൾ, സ്വർണത്തിന്റെ പാത്രങ്ങൾ, വെള്ളിയുടെ പാത്രങ്ങൾ, കുടിക്കാനുള്ള കോപ്പകൾ, അവിടെ വലയം വെക്കുന്ന ചെറിയ ചെറിയ പിഞ്ചു പൈതങ്ങൾ, ചെറിയ കുട്ടികൾ, അതുപോലെ അവിടെയുള്ള ഭംഗിയുള്ള ഇണകൾ, ഭാര്യമാർ, അവിടെയുള്ള പഴങ്ങൾ, ഫലവർഗങ്ങൾ, അവിടെ അടുത്ത് നിൽക്കുന്ന തണലുകൾ, കഴിച്ചാൽ വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്ന പഴങ്ങൾ, അതടുത്തേക്ക് വരും കൈകൊണ്ട് പറിക്കാൻ. ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പോലെ എവിടെത്തും? നേരത്തെ പറഞ്ഞ രാജ്യം അത് നമ്മുടെ മനസ്സിലുണ്ടാവും. നല്ല പച്ചയുള്ള ഭംഗിയുള്ള ആ രാജ്യം പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നു. ആർക്ക്? അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ. അല്ലാഹുവിൻ്റെ സച്ചരിതരായ സ്വാലിഹീങ്ങളായ അടിമകൾക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഇഖ്റഉ ഇൻ ശിഅ്തും. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതാ ഇതിന് സമാനമായ അള്ളാഹുവിന്റെ കിതാബിലെ ആയത്ത് പാരായണം ചെയ്തുകൊള്ളുക. സൂറത്തു സജ്ദയിൽ അള്ളാഹു പറഞ്ഞു, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു നഫ്സും ഒരാളും അറിയുകയില്ല, ഒരാൾക്കും അറിയില്ല. അയാളുടെ കണ്ണിന് കുളിർമ ലഭിക്കുന്ന, ആനന്ദം ലഭിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ആ സ്വർഗത്തിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നത് ആർക്കും അറിയില്ല. എന്താണ് എന്നത് ചിന്തിച്ചാൽ എത്തുകയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ ആരാണീ അവർ? സ്വാലിഹീങ്ങൾ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അതിന് ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ, അവർ ദുനിയാവിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, എന്തായിരിക്കും ആ സ്വർഗം? ആ സ്വർഗത്തെക്കുറിച്ച് അതിൻ്റെ അനുഭൂതികൾ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, സൂറത്തുൽ ഹിജ്റിൽ നമുക്ക് കാണാം, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. തീർച്ചയായും തഖ്വ പാലിക്കുന്ന ആളുകൾ അഥവാ മുത്തഖീങ്ങൾ, നേരത്തെ പറഞ്ഞ സാലിഹീങ്ങൾ, നല്ല ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ. ഇതുപോലെയുള്ള ആയത്തുകളിലെല്ലാം അള്ളാഹു മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സഹോദരങ്ങളെ ഈ മുത്തഖീങ്ങൾക്കുള്ള പ്രത്യേകത? എന്താണ് തഖ്വ പാലിക്കുക എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്
അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനുള്ള ഇബാദത്തുകൾ നിർവഹിക്കുക. ആദ്യം പറഞ്ഞ ആ പരീക്ഷണത്തിൽ വിജയിക്കുക. തിന്മകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ട് മാറി നിൽക്കുക. ഇതാണ് തഖ്വ. ജീവിതത്തിലുടനീളം പറയുന്ന ഞാനും നിങ്ങളും കൈമുതലാക്കേണ്ട കാര്യമാണിത്. അള്ളാഹു നമ്മോടും നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളോടുമെല്ലാം ഒരുപോലെ വസിയ്യത്ത് ചെയ്തതാണ് എന്ത്? തഖ്വ എന്നുള്ളത്. അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ സൂക്ഷ്മതയാണ് നമ്മുടെ വിജയം. അങ്ങനെയുള്ള സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പറയുന്നു, അവർ ഫീ ജന്നാത്തിൻ വഉയൂൻ, അരുവികളിലും തോട്ടങ്ങളിലുമായിരിക്കും. സ്വർഗത്തിൽ അരുവികളുണ്ട്. എന്താണ് അരുവികൾ എന്ന് പറഞ്ഞാൽ? നദികൾ, പുഴകൾ ഇങ്ങനെ ഒഴുകി വരും. ശുദ്ധമായ കുടിനീരിന്റെ അരുവിയുണ്ട്. കുടിച്ചാൽ മത്തുപിടിക്കാത്ത, ബോധം നഷ്ടപ്പെട്ടു പോകാത്ത, ഭ്രാന്തു പിടിക്കാത്ത മദ്യത്തിന്റെ പുഴയുണ്ട്. സംശുദ്ധമായ പാലിന്റെ പുഴയുണ്ട്. ശുദ്ധമായ തേനിന്റെ പുഴയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒഴുകി വരും. ചില ആളുകൾ പരിഹസിക്കാറുണ്ട്. ദീനില്ലാത്ത നിരീശ്വരവാദികളായ ഈ ദീനിന്റെ ശത്രുക്കളായ ആളുകൾ പരിഹസിക്കും, സ്വർഗത്തിൽ അതിൻ്റെ പുഴയുണ്ട്, ഇതിൻ്റെ പുഴയുണ്ട്. അതെ, അതിൻ്റെ പുഴയുണ്ട്. മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ അത് പ്രതീക്ഷിക്കുന്നവരാണ്. തിരിച്ചു ചോദിക്കട്ടെ, ഇവർക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ഈ നിഷേധിക്കുന്ന ആളുകൾക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ഒന്നും പ്രതീക്ഷിക്കാനില്ല. ദുനിയാവിലെ വെള്ളവും ദുനിയാവിലെ കുടിച്ചാൽ ലക്ക് കിട്ടുമെന്ന കള്ളുമല്ലാത്ത വേറൊന്നുമില്ല. മുത്തഖീങ്ങൾ അങ്ങനെയല്ല, മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. കാരണം 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു വഹയിറക്കിയതാണിത്. മുത്തഖീങ്ങൾക്കിതാ ഒരുക്കി വെച്ചിരിക്കുന്നു. അവർ തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും. ഉദ്ഖുലൂഹ ബിസലാമിൻ ആമിനീൻ, അവരോട് അതിലേക്ക് പ്രവേശിക്കാൻ പറയും, അവരെ സ്വാഗതം ചെയ്യും. എങ്ങനെയാണ് പ്രവേശിക്കാൻ പറയുക? ബിസലാം, സുരക്ഷിതരായിക്കൊണ്ട്, ശാന്തരായിക്കൊണ്ട്, സമാധാനത്തോടെ, ഒരു പേടിയുമില്ല. ദുനിയാവിലെ ഒരു പേടിയും ഒരു ഭയപ്പാടും ഒരു പ്രശ്നങ്ങളും ഒരു ചിന്തയും ഒന്നുമില്ല. സുരക്ഷിതരാണ്, ശാന്തരാണ്, സമാധാനമടഞ്ഞവരാണ്, ആമിനീൻ, നിർഭയരാണ്. ഇനി ഇവിടുന്ന് പുറത്താക്കുവോ, ഇവിടുന്ന് പറഞ്ഞേക്കുവോ, ഇവിടുന്ന് കിട്ടുന്നത് കുറഞ്ഞു പോവോ? പേടിക്കേണ്ടതില്ല, നിർഭയരായിരിക്കും. അങ്ങനെ അവരോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയുമെന്നാണ്. വേറെ ചില ഖിറാഅത്ത് പ്രകാരം പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു അവരെ അതിലേക്ക് പ്രവേശിപ്പിക്കും. അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും, സമാധാനമടഞ്ഞവരായിക്കൊണ്ട്, നിർഭയരായിക്കൊണ്ട്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനൻ അലാ സുറുറിൻ മുതഖാബിലീൻ, അവരുടെ ഹൃദയങ്ങളിലുള്ള വിദ്വേഷവും പകയും ദേഷ്യവും ഒക്കെ നാം ഊരിയെടുക്കും. ഇവിടെ നമ്മൾ കുറേ ആളുകളോട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ചില ചെറിയ ചെറിയ അനിഷ്ടങ്ങൾ, ചില ദേഷ്യങ്ങൾ, അങ്ങനെ അതിലായി മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ മരിച്ചു പോയത് അതിന് മുമ്പ് ശരിയാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുസ്ലിമീങ്ങളുമായി പ്രശ്നത്തിൽ, വ്യക്തിപരമായ പ്രയാസങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം അള്ളാഹു ഊരിയെടുക്കും. പരിശുദ്ധമായ ഹൃദയവുമായിട്ടാണ് അവിടേക്ക് കിടക്കുക. ഒരു കേടുമില്ലാത്ത ഹൃദയം. കാരണം സ്വർഗമെന്നത് സംശുദ്ധമാണ്. അവിടെ ഒരു മോശമായ ഒരു കറ പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഹൃദയങ്ങളിലുള്ള ദേഷ്യവും പകയും വിദ്വേഷവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു ഊരിയെടുക്കും. എന്നിട്ട് അവർ സ്വർഗവാസികൾ പരസ്പരം സഹോദരങ്ങളായി ഇങ്ങനെ മുഖാമുഖം ഇരിക്കുമെന്നാണ്. തഫ്സീറുകളിൽ കാണാം, ഇങ്ങനെ പിന്നിൽ നിന്നൊരാൾ
പിൻഭാഗം കാണുക എന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. എല്ലാവരും ഇങ്ങനെ അഭിമുഖമായി ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ. ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും അവരെ പിടികൂടുകയില്ല. ഇവിടെ നമുക്ക് കൈവേദന, കാലുവേദന, നടുവേദന, തലവേദന അവിടെ ഒന്നുമില്ല. ക്ഷീണം, അലസത കുറേ നേരം കേൾക്കുമ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ശ്രദ്ധിക്കാം, ഇല്ല. അവിടെ ഒരു നസബില്ല, ഒരു തഅബില്ല, ഒരു തളർച്ച ഒന്നുമില്ല. ഒന്നും അവരെ പിടികൂടുകയില്ല. വമാഹും മിൻഹാ ബിമുഖ്റജീൻ. ആ സ്വർഗത്തിൽ നിന്ന് അവരെ ഒരാളും പുറത്താക്കുകയില്ല. കയറി കിട്ടിയാൽ രക്ഷപ്പെട്ടു, ആ സ്വർഗത്തിലെത്തിയാൽ രക്ഷപ്പെട്ടു. വേറെ ചില ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞു, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. തീർച്ചയായും തഖ്വ പാലിച്ച ആളുകൾ. നിങ്ങൾ ഇതുപോലെയുള്ള ആയത്തുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക മുത്തഖീങ്ങൾ എന്നാണ്. ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? മുത്തഖീങ്ങൾ മാത്രമാണ്. അല്ലാഹു എന്നെയും നിങ്ങളെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുത്തഖീങ്ങൾ അവർ ഫീ മഖാമിൻ അമീൻ, സുരക്ഷിതമായ ഒരു സ്ഥാനത്താകുന്നു. അഥവാ സ്വർഗത്തിൽ നിർഭയരായ അവസ്ഥയിലായിരിക്കും. ഫീ ജന്നാത്തിൻ വഉയൂൻ, നേരത്തെ പറഞ്ഞതുപോലെ തോട്ടങ്ങൾ, ഫലവർഗങ്ങൾ, കായ്കനികൾ, പൂന്തോട്ടം, കണ്ണിന് ആനന്ദമുള്ള, കാണുമ്പോൾ കൺകുളിർമ ലഭിക്കുന്ന അങ്ങനെയുള്ള അരുവികൾ, തോട്ടങ്ങൾ അതിലായിരിക്കും. യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ. അവരവിടെ ധരിക്കുന്ന പട്ടുവസ്ത്രത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നു. പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കും. നേർത്തതും തടിച്ചതുമായ പട്ടുവസ്ത്രങ്ങൾ അല്ലാഹു ധരിപ്പിക്കും. അവിടെ ധരിക്കുന്ന വസ്ത്രം എന്താണ്? പട്ടുവസ്ത്രം. ഇവിടെ പുരുഷന്മാർക്ക് അല്ലാഹു ഇത് ഹറാമാക്കിയിട്ടുണ്ട്. അവിടെ നല്ല മുന്തിയ വസ്ത്രം അല്ലാഹു നൽകും. ഇപ്പൊ ദുനിയാവിൽ ഏതെങ്കിലും ദീനില്ലാത്ത ആളുകളുടെ ഒളിയുന്ന പളവളപ്പുള്ള വസ്ത്രം കണ്ടാൽ ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത് എന്താണ്? ദുനിയാവിൽ എനിക്ക് അവൻ നടക്കുന്നത് പോലെ, അവൾ നടക്കുന്നത് പോലെ നടക്കാൻ അനുവാദമില്ല. മറിച്ച് സ്വർഗത്തിലെത്തിയാൽ ഇതുപോലെ അള്ളാഹു ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തും. എനിക്കവിടെ പട്ടുവസ്ത്രം അള്ളാഹു നൽകും, നല്ല വസ്ത്രങ്ങൾ അള്ളാഹു നൽകും. ഇത് കേൾക്കുമ്പോൾ, സ്വർഗത്തിന്റെ അനുഭൂതികൾ കേൾക്കുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയുന്നു മുതഖാബിലീൻ, നേരത്തെ പറഞ്ഞതുപോലെ അവർ പരസ്പരം അഭിമുഖമായി ഇങ്ങനെ ഇരിക്കും. കദാലിക്, അപ്രകാരം, അഥവാ സ്വർഗത്തിലെത്തി മേൽ പറഞ്ഞ അവസ്ഥയിലായിരിക്കും അവർ. അങ്ങനെ വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ, നല്ല വെളുത്ത ഭംഗിയുടെ അങ്ങേയറ്റം എന്ന് പറയാൻ മാത്രമുള്ള സ്വർഗീയ സ്ത്രീകളെ അവർക്ക് അല്ലാഹു വിവാഹം ചെയ്തു നൽകും. അവരുടെ പ്രത്യേകതകൾ ധാരാളം ഹദീസുകളിൽ കാണാം. വിടർത്ത വലിയ കണ്ണുകളുള്ള, അങ്ങനെ അനേകം വിശേഷണങ്ങൾ വന്നിട്ടുണ്ട്. ഈ ആയത്തിലും അല്ലാഹു അത് പറഞ്ഞു. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള സ്ത്രീകളെ ഇണകളായി അല്ലാഹു നൽകും. യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ. അവരിങ്ങനെ ഓരോ പഴങ്ങളെ, പഴവർഗ്ഗങ്ങളെ അവരുടെ അടുത്തേക്ക് വിളിക്കും നിർഭയരായിക്കൊണ്ട്. അഥവാ അതിനി തീർന്നു പോവോ, ഇനി തരാതിരിക്കോ, ആ പഴത്തിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇതൊന്നും പേടിക്കേണ്ടതില്ല. അവർ വിളിക്കുന്നിടത്തേക്ക് അത് വരും. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതതൽ ഊലാ. ദുനിയാവിൽ വെച്ച് ഒരിക്കൽ മരിച്ചു, ആ മരണമല്ലാതെ പിന്നീട് അവർക്ക് മരണം ആസ്വദിക്കേണ്ടി വരികയില്ല. ദുനിയാവിൽ മരിച്ചു, ഖബറിലെത്തി, മഹ്ശറിൽ വന്നു, അല്ലാഹു സ്വർഗത്തിലാക്കി, ഇനിയൊരു മരണമില്ല. ഈ പറഞ്ഞ സുഖങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട്
സ്വർഗത്തിൽ അങ്ങനെ ജീവിക്കുക എന്നത് മാത്രം. പിന്നെ മരണമില്ല. വവഖാഹും അദാബൽ ജഹീം, അല്ലാഹു അവരെ കത്തിയെരിയുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയുണ്ടായി. ഫദ്ലം മിർ റബ്ബിക്, അല്ലാഹുവിന്റെ ഔദാര്യമാണത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയം. നമുക്ക് അല്ലാഹു തഖ്വ പാലിച്ച ആളുകൾക്ക് സ്വർഗത്തിൽ നൽകുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇണകൾ, അതുപോലെ തന്നെ പഴങ്ങൾ, ഭക്ഷിക്കാനുള്ള കാര്യങ്ങൾ, സ്വർഗത്തിൽ നിത്യവാസം, ഇതൊക്കെ സ്വർഗത്തിൻ്റെ അനുഭൂതികളാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വേറെ ചില ആയത്തുകൾ കാണാം, അല്ലാഹു വിളിക്കുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ. അല്ലാഹു അവൻ്റെ അടിമകളായ മുത്തഖീങ്ങളായ നല്ലവരായ അടിമകളെ അവനിലേക്ക് ചേർത്തി വിളിക്കുകയാണ്. എൻ്റെ അടിമകളെ, ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങൾക്കൊരു പേടിയും ഇല്ല തന്നെ, പേടിക്കേണ്ടതില്ല. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. പേടിയും ദുഃഖവും കഴിഞ്ഞു. ദുനിയാവിലാണ് നമുക്കതൊക്കെ ഉള്ളത്. ദുനിയാവിൽ ഒരുപാട് പേടി ഉണ്ടാവും. പല കാര്യത്തിലും നമുക്ക് പേടി ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ദുഃഖമുണ്ടാകും, വിഷമമുണ്ടാകും, സങ്കടം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞു. ഇനി ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ആരെക്കുറിച്ചാണ് അല്ലാഹു ഇത് പറഞ്ഞത്? അല്ലദീന ആമനു ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ. ഏതാണ് ഈ യാ ഇബാദ്, എൻ്റെ അടിമകൾ, പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആരാണ്? അവർ നമ്മുടെ ആയത്ത് വിശ്വസിച്ചവരാണ്, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ചവരാണ്, ഈമാനുള്ളവരാണ്. വകാനൂ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളായിരുന്നു. പേരിൽ മാത്രമാണോ? അല്ല, ജീവിതത്തിൽ മുസ്ലിമായിരുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ട, അള്ളാഹുവിന് കീഴ്പ്പെട്ട രൂപത്തിൽ തൻ്റെ സ്വന്തത്തെ സമർപ്പിച്ച് ജീവിച്ചവരായിരുന്നു അവർ. അതാണ് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. മുസ്ലിം എന്ന് പറഞ്ഞാൽ പേരിൽ ഏതാ വകുപ്പെന്ന് ചോദിച്ചാൽ മുസ്ലിം എന്ന് എഴുതി വെക്കാനുള്ളതല്ല. മുസ്ലിം എന്നത് വിശേഷണമാണ്, ഒരാദർശമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ വിശ്വാസം അള്ളാഹുവിന് വഴിപ്പെട്ട, കീഴ്പ്പെട്ട വിശ്വാസമായിരിക്കണം. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ശിർക്കിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ ഇല്ലാത്ത, അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അള്ളാഹു കൽപ്പിച്ച ഓരോന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇങ്ങനെ അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിക്കലാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അങ്ങനെയുള്ള മുസ്ലിമീങ്ങളാണവർ. ഉദ്ഖുലുൽ ജന്ന, അള്ളാഹു പറയുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾ മാത്രമാണോ? അല്ല. അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, മുസ്ലിമീങ്ങളായ നല്ലവരായ അടിമകളും അവരും അവരുടെ ഇണകളും എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്? എന്തെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു മൂലക്ക് എന്തെങ്കിലും അല്ല, അങ്ങനെയല്ല. പ്രവേശിക്കുമ്പോൾ തന്നെ തുഹ്ബറൂൻ അഥവാ തൻഅമൂന വതസ്അദൂൻ, അനുഭൂതികൾ, സ്വർഗത്തിന്റെ സുഖങ്ങൾ, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും സന്തോഷിച്ച് സന്തോഷഭരിതരായിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യുതാഫു അലൈഹിം ബിസിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്, അവർക്ക് ചുറ്റുമത സ്വർണത്തിന്റെ തളികകളുമായി, അതുപോലെ പാനപാത്രങ്ങളുമായി അവിടെയുള്ള തോഴന്മാർ അവരെ വലയം ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഈ വാക്ക് സഹോദരങ്ങളെ ഒരുപാട് സന്തോഷം നൽകേണ്ടതാണ്. പറഞ്ഞു കേട്ട ആയത്തുകളൊക്കെ സന്തോഷിപ്പിക്കുന്ന ആയത്തുകളാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സ്വർഗത്തിലെ അനുഭൂതികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്തുകളൊക്കെ പ്രതീക്ഷയും സന്തോഷവും നൽകുന്നതാണ്. എന്നാൽ നോക്കൂ, അള്ളാഹു പറഞ്ഞു വഫീഹ, ആ സ്വർഗത്തിലുണ്ട്.
മാ തസ്തഹീഹിൽ അൻഫുസ്, മനസ്സ് കൊതിക്കുന്നതെല്ലാം, വതലദ്ദുൽ അഅ്യുൻ, കണ്ണിന് ആനന്ദം ലഭിക്കുന്നതെല്ലാം, വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവിടെ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ഫിൽ ജന്നതി മിൻ ഖൈൽ, സ്വർഗത്തിൽ കുതിരയുണ്ടോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി നമുക്ക് കാണാം. ഇനില്ലാഹു അദ്ഖലകൽ ജന്ന, അല്ലാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ, അല്ലാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ, ഫലാ തശാഉ അൻ തുഹ്മല ഫീഹാ അലാ ഫറസിൻ മിൻ യാഖൂതത്തിൻ ഹംറാഅ യതീറു ബിക ഫിൽ ജന്നതി ഹൈഥു ശിഅത ഇല്ലാ ഫഅലത്. നീ ചിന്തിക്കുകയാണ്, പറക്കുന്ന ഒരു കുതിര, മാണിക്യം അതുകൊണ്ട് അതുപോലെയുള്ളത്, അതുപോലെ തന്നെ ചുവന്ന എന്ന് പറഞ്ഞാൽ നല്ല മുന്തിയ ഇനം, കാണാൻ നല്ല ഭംഗിയുള്ള അങ്ങനെയുള്ള ഒരു കുതിര, ആ കുതിര നിന്നെയും ചുമന്ന് സ്വർഗം മുഴുവനും ഇങ്ങനെ പറക്കണം എന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കുതിര അത് ചെയ്യാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ ഒരാൾ ആഗ്രഹിക്കുകയാണ് ഈ സ്വർഗം മുഴുവനും പറന്ന് കാണണം, അത് ഒരു കുതിരപ്പുറത്ത് കയറി പറന്ന് കാണണം. അള്ളാഹു ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അത് അയാൾക്ക് അവിടെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണോ ഒരാൾ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹുവോട് നൽകും. മനസ്സ് ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നതെല്ലാം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ, നേരത്തെ പറഞ്ഞില്ലേ, പേരുകൾ കൊണ്ട് മാത്രം സാദൃശ്യമുള്ള ചില കാര്യങ്ങൾ, അത് നമുക്ക് ചിലത് പാടില്ല, എടുക്കരുത്, പിടിക്കരുത്, കാണരുത്, നോക്കരുത് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ നമുക്ക് അതിർവരമ്പുകൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ദുനിയാവിൽ നമുക്ക് അതിർവരമ്പുകളുണ്ട്. അതിർവരമ്പുകൾ ഇല്ലെങ്കിൽ മനുഷ്യനെന്ന ബുദ്ധിജീവികളായ നമ്മളും കന്നുകാലികളും തമ്മിൽ വ്യത്യാസമില്ലാതെയായി പോകും. അള്ളാഹു മനുഷ്യരെ ആദരിച്ചു. മനുഷ്യരെയും ജിന്നുകളെയും പടച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തിന് പ്രതിഫലമായി സ്വർഗത്തിൽ ഒരു കൺട്രോളുമില്ല. ഇവിടെയാണ് എല്ലാത്തിനും നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിർവരമ്പുകളും ഉള്ളത്. അതൊരാൾ പാലിച്ചാൽ പിന്നീട് സ്വർഗത്തിലെത്തിയാൽ പിന്നെ അതെടുക്കരുത്, ഇത് പിടിക്കരുത്, അത് നോക്കരുത് എന്ന് പറയോ? ഇല്ല, പിന്നെ അതില്ല. വഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ്, മനസ്സാഗ്രഹിക്കുന്നതെല്ലാം. ദുനിയാവിൽ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ല, അങ്ങനെ ആഗ്രഹിക്കാൻ അനുവാദമില്ല. കാരണം ദുനിയാവ് നശ്വരമാണ്. ഇവിടെ വേഗം മരിച്ചു, മരിക്കൂലേ? മരിക്കും. ഇന്നലകളിൽ ഇതുപോലെ ഇരുന്ന കുട്ടികളായിരുന്നു ഇവിടെയുള്ള പ്രായമുള്ള ആളുകളൊക്കെ. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്നിരുന്നു. ചെറിയ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വലുതായി, വയസ്സായി, താടി നരച്ചു, അല്ലെ? കുറച്ച് കഴിഞ്ഞാൽ മരിക്കും. ദുനിയാവ് ഇങ്ങനെയാണ്. ഇഹലോകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ ആർക്കും ശാശ്വതമായി ജീവിതമില്ല. അതെന്തിനാണ്? ഈ ചുരുങ്ങിയ ജീവിതം, ആ ജീവിതത്തിൽ പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ലിയബ്ലുവക്കും, ആ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ ഇതാണ്, പിന്നെ ഒരിക്കലും മരിക്കുകയില്ല. നേരത്തെ നമ്മൾ കേട്ടില്ലേ, അവിടെ മരണമില്ല, അവിടെ മരണമില്ല. അവിടെ ഒരു 50 വയസ്സായാൽ ഇന്ന് മരിക്കുമല്ലോ, നാളെ മരിക്കുമല്ലോ ചിന്തിക്കേണ്ടതില്ല. അവിടെ അങ്ങനെ കണക്കൂട്ടേണ്ടതില്ല. അവിടെ സമപ്രായക്കാരായിരിക്കും, ഒരേ പ്രായക്കാരായിരിക്കും, ഇണകളുണ്ട്. പ്രത്യേകം അല്ലാഹു തആല യൗവനം നൽകും. പിന്നെയോ രോഗമുണ്ടോ? രോഗമില്ല, ഒരു പ്രയാസവുമില്ല. നമ്മൾ കേട്ടില്ല, ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ല. ഇവിടെ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ
പിന്നെ കാലുവേദന, മുട്ടുവേദന, നടുവേദനയൊക്കെ തുടങ്ങും. 40, 50 ആകുമ്പോൾ രോഗങ്ങൾ വർദ്ധിക്കും, ഓരോ പ്രയാസങ്ങളുണ്ടാകും. അങ്ങനെ മനുഷ്യൻ ക്ഷയിച്ച് ദുർബലനായി അങ്ങനെ മരിച്ചു പോകും. അവസാനം മരിക്കും. എങ്ങനെ ജീവിച്ചാലും അവസാനം മരിക്കും. കണ്ടില്ല, നല്ല മസിൽ പെരുപ്പുള്ള ആളുകൾ മരിച്ചുപോയി. അവരുടെ ആ മസിലും അവരുണ്ടാക്കിയെടുത്ത ശരീരത്തിൻ്റെ വലിയ ഘടനകളും ശക്തിയും ഒന്നും അവർക്ക് മരണത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. എന്നാൽ സ്വർഗത്തിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല, ഒന്നും പേടിക്കേണ്ടതില്ല. ഇവിടെ ഭംഗിക്ക് ഭംഗിയുണ്ട്. നമ്മൾ എത്ര മൂത്ത് തേച്ചാലും ഒരു പരിധിയുണ്ട്, എത്ര തേച്ചാലും നിറത്തിനൊരു പരിധിയുണ്ട്. വല്ലാതെ വെളുത്താൽ കാണാൻ രസം ഉണ്ടാവില്ല. അവിടെ അങ്ങനെയല്ല. സൗന്ദര്യം എന്നത് നാൾക്കുനാൾ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും. അവിടെയുള്ള ഇണകൾ ഭംഗിയുടെ അങ്ങേയറ്റമാണ്. അവരെക്കുറിച്ച് മാത്രം അനേകം ഹദീസുകൾ നമുക്ക് കാണാം. അപ്പൊ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, ആ അതിർവരമ്പുകൾക്കുള്ളിൽ നമ്മൾ ജീവിക്കേണ്ടതാണ്. എങ്കിൽ ഈ പറഞ്ഞ അനുഭൂതികൾ ആസ്വദിക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് ജീവിക്കുക എന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. ആ പ്രതീക്ഷ എന്നത് കേവലം കെട്ടുകഥകളാണോ? ഒരിക്കലുമല്ല. അങ്ങനെ വെറുതെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നതാണോ? ഒരിക്കലുമല്ല. അള്ളാഹു ആണ് ഇത് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം അല്ലാത്ത മറ്റു ദീനുകൾ, അങ്ങനെയുള്ള ആദർശത്തിന്റെ ആളുകൾ, അവർക്ക് വാഗ്ദാനങ്ങളായി നൽകാനുള്ളത് എന്താണ്? ഒന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പുനർജന്മം എന്ന് പറയും. ഒന്നല്ലെങ്കിൽ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ അങ്ങനെ എന്തെങ്കിലും, അതല്ലെങ്കിൽ ഉയർന്ന കുലജാതനാണെങ്കിൽ പിന്നീട് താഴ്ന്നവനായി മാറും. ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. മതനിഷേധികൾക്കോ ഒന്നും തരാനില്ല, ഒരു പ്രതീക്ഷയും തരാനില്ല. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അള്ളാഹു നൽകിയിരിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളത് ദുനിയാവിൻ്റെ പളവളപ്പുകൾ, അള്ളാഹുവിൻ്റെ ദീനിനെതിരായതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതില്ല നമുക്ക് മാത്രം എന്തിങ്ങനെ, നമുക്കിങ്ങനെ ആയതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത്. ഇതൊക്കെ നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും, ഇത് കേൾക്കുമ്പോൾ തന്നെ അനുഭൂതിയാണ്. അപ്പോൾ അവിടെ എത്തിയാൽ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. എന്താണ് ആഗ്രഹിക്കുന്നത് അതുണ്ട് എന്നാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതുണ്ട്. കണ്ണിന് കൺകുളിർമ നൽകുന്നു. എന്താണ് കൺകുളിർമ എന്ന് പറഞ്ഞാൽ? ആർക്കറിയാം കൺകുളിർമ എന്ന് പറഞ്ഞാൽ? കണ്ണ് തണുക്കലോ? എന്താണ് കൺകുളിർമ എന്ന് പറഞ്ഞാൽ? പറഞ്ഞറിയിക്കാൻ പറ്റുമോ? പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, മർക്കസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 2 മാസമാകുമ്പോൾ നാളെ ലീവാണ് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമില്ലേ? ചുരുക്കി പറഞ്ഞാൽ അതാണ് ഒരു കൺകുളിർമ. അത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഒരു സന്തോഷവും ഒരു ആഹ്ലാദമൊക്കെ വരുന്നില്ലേ? നാളെ നമുക്ക് വീട്ടുകാരെ കാണാം, ഉമ്മാനെയും വാപ്പാനെയും കാണാം, അവരോടൊപ്പം ഇരിക്കാം, ഭക്ഷണം കഴിക്കാം, കറങ്ങാം, ഇതൊക്കെയുള്ള ആ ചിന്ത, ആ ഒരു സന്തോഷം ചുരുക്കി പറഞ്ഞതാണ്. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ഇതായിട്ട്. സ്വർഗത്തിലെ കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ആദ്യം കേട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുന്നു, വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അതിൽ നിത്യവാസികളായിരിക്കും. അവിടെ 2 കൊല്ലം കഴിഞ്ഞാൽ പുറത്താക്കുക ഇല്ല, ഒന്നുമില്ല. നിത്യവാസികളാണ്, ഒരാളും അവിടെ നിന്ന് പുറത്താക്കുകയില്ല. അല്ലാഹു പറയുന്നു, വതിൽകൽ ജന്നത്തുല്ലതി ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. ആ സ്വർഗം നിങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് അല്ലാഹു അനന്തരം നൽകിയിരിക്കുന്നു. ഈ ആയത്തുകളിലൊക്കെ നമുക്ക് ആ പ്രയോഗം കാണാം. നമ്മൾ പ്രവർത്തിച്ചത് കാരണത്താൽ. എന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ ദുനിയാവിൽ നമ്മൾ മാറ്റിവെക്കണം.
ഈ മാറ്റിവെച്ച ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഇതൊക്കെ നമുക്ക് എവിടെ കൊണ്ട് പ്രയോഗിക്കാം? സ്വർഗത്തിൽ. അവിടെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇന്നതേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നും അള്ളാഹു പറയുകയില്ല. ഇവിടെ അള്ളാഹു പറഞ്ഞതുപോലെ ചിന്തിക്കാൻ പാടുള്ളൂ. ഇവിടെ അള്ളാഹു പറഞ്ഞതുപോലെ കാണാൻ പാടുള്ളൂ. അള്ളാഹു പറഞ്ഞതേ കേൾക്കാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് അതിർവരമ്പുകൾ നമ്മുടെ കണ്ണിനും നമ്മുടെ കാതിനും നമ്മുടെ ഹൃദയത്തിനുമൊക്കെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ബാധ്യതയാണ്. അതിൻ്റെ ഉള്ളിൽ നിൽക്കണം. അവിടെ അങ്ങനെയില്ല. അവിടെ അതില്ല. അള്ളാഹു പ്രവർത്തിച്ചത് കാരണത്താൽ, അഥവാ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, ഏറ്റവും നല്ലത് പ്രവർത്തിച്ചാൽ അള്ളാഹു അതിന് ഫലമായി അള്ളാഹുവിൻ്റെ ഔദാര്യമായ സ്വർഗം നൽകുമെന്നാണ്. ലക്കും ഫീഹാ ഫാകിഹത്തുൻ കസീറത്തുൻ മിൻഹാ തഅകുലൂൻ. ആ സ്വർഗത്തിൽ ധാരാളം പഴവർഗ്ഗങ്ങൾ, കായ്കനികൾ നിങ്ങൾക്ക് ഭക്ഷിക്കാനായി അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്ന ഫിൽ ജന്നതി ലശജറതൻ. തീർച്ചയായും സ്വർഗത്തിൽ ഒരു മരമുണ്ട്. സ്വർഗത്തിൽ ഒരു മരം, ഒറ്റ മരാണ്. യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത സനതിൻ. അതിവേഗത്തിൽ, ചില റിവായത്തിൽ കാണാം, അതിവേഗം സഞ്ചരിക്കുന്ന ഒരു കുതിരപ്പുറത്തൊരാൾ വേഗത്തിൽ സഞ്ചരിച്ചു പോയാൽ ആ മരം മുറിച്ചു കടക്കാൻ 100 വർഷങ്ങൾ എടുക്കും. 100 കൊല്ലം. ഒരാൾ 1-ാമത്തെ വയസ്സിൽ ഒരു കുതിരപ്പുറത്ത് കയറി വിട്ടു എന്ന് വിചാരിക്കാം. 100 വയസ്സായാലേ ആ മരം മുറിച്ച് അപ്പുറത്തേക്ക് എത്തുള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ മരം? സ്വർഗത്തിന്റെ വിശാല വിസ്തൃതി അറിയിക്കുന്ന ഒരു ഹദീസാണിത്. സ്വർഗത്തിൽ ഒരു ചെറിയ സ്ഥലം, ചെറിയൊരു സൗകര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് സൂര്യൻ എന്തിൻ്റെയൊക്കെ മേലെ ഉദിക്കുന്നുവോ അതിനേക്കാളൊക്കെ ഹൈറാണ്. സ്വർഗത്തിലൊരു ചെറുത് കിട്ടിയാൽ മതി. അത്രയും മഹത്തരമാണ്, അനുഭൂതിയുള്ളതാണ് സ്വർഗം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളുണ്ട്. ആദ്യം പോയ ആളുകളല്ല, അവസാനമായിട്ട്. ഇന്നി ലഅഅലമു ആഖിറ അഹ്ലി നാരി ഖുറൂജൻ മിൻഹാ. നരകത്തിൽ നിന്ന് അവസാനമായി പുറത്താക്കപ്പെടുന്ന ഒരാളെ കുറിച്ച് എനിക്കറിയാം. അവിടുന്ന് പറഞ്ഞു, വആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലനിൽ ജന്ന. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആൾ, അഥവാ സ്വർഗക്കാരെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും, നരകക്കാരെല്ലാം നരകത്തിൽ തന്നെ ഉറപ്പിക്കപ്പെടും. ആദ്യം തെറ്റുകൾ ചെയ്ത, പാപങ്ങൾ ചെയ്ത മുസ്ലിമീങ്ങളും ഒരുപക്ഷെ അള്ളാഹു അവരെ ശിക്ഷിക്കും. ചിലപ്പോൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തേക്കാം. ആ ശിക്ഷകളൊക്കെ കഴിഞ്ഞ് പിന്നീട് അവരെ സ്വർഗത്തിലാക്കും. ഈമാനുള്ള ആളുകളെ മാത്രം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത തൗഹീദുള്ള ആളുകളെ അവരുടെ പാപങ്ങളുടെ പേരിൽ ശിക്ഷിച്ചാലും പിന്നീട് അള്ളാഹു പുറത്താക്കും, സ്വർഗത്തിലാക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത്, എല്ലാം കഴിഞ്ഞിട്ട് അവസാനെങ്കിലും കയറാലോ, കുറച്ചാലം നരകത്തിൽ കിടന്നാലും കുഴപ്പമില്ല വിചാരിച്ചു പോകരുത്. ഈ അനുഭൂതികൾ പറഞ്ഞതുപോലെ തന്നെ നരകത്തിൻ്റെ ഭയാനകതയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ നരകത്തിൻ്റെ ഭയാനകത നമ്മൾ കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുറച്ച് മാത്രമേ നമ്മൾ ചിരിക്കുള്ളൂ, കുറേ കരയുകയാണ് ചെയ്യുക. കുറച്ചുകാലം നരകത്തിൽ കിടന്നിട്ട് തിരിച്ചു വരാം നമ്മൾ വിചാരിക്കരുത്. നരകത്തിൽ അതിൻ്റെ വക്കിൽ, അതിൻ്റെ അരികത്ത് വരും എന്ന് മനസ്സിലാക്കിയ എല്ലാവരും അതിൻ്റെ അരികിലേക്ക് വരും. കാരണം അതിൻ്റെ മുകളിലൂടെയാണ് സിറാത്ത് എന്ന പാലം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ അരികിലൂടെ കടന്നു പോകാത്തവരായി ആരും ഉണ്ടാവുകയില്ല. അതിൻ്റെ അരികിലൂടെ കടന്നു പോകണം എന്ന് ഭയന്ന് പേടിച്ചു വിറച്ച സഹാബി ഉണ്ടായിട്ടുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അത് ആലോചിച്ച് കരയുകയായിരുന്നു എന്ന് നമുക്ക് കാണാം.
ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്കത് തോന്നരുത്. ആദ്യമാദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായി നരകത്തിൽ നിന്നൊരാൾ പുറത്താക്കപ്പെടും, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അയാളെ അള്ളാഹു. റജുലുൻ യഖ്റുജു മിനൻ നാരി ഹബ്വൻ. നരകത്തിൽ നിന്ന് അയാൾ പുറത്താക്കപ്പെടുന്നത് എങ്ങനെയാണ്? കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലെ ആയിട്ടുണ്ടാവും. കത്തിക്കരിഞ്ഞിട്ട് കരിക്കട്ട പോലെ ആയിട്ടുണ്ടാവും. അള്ളാഹു തആല അയാളോട് പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഫയഅതീഹ, അയാൾ സ്വർഗത്തിന്റെ അരികിലേക്ക് വരും. ഫയുഖയ്യലു ഇലൈഹി അന്നഹാ മൽആ, അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ സ്വർഗം മുഴുവനും നിറഞ്ഞതായിട്ട് തോന്നും. സ്വർഗത്തിൽ ഇനി ഒരു കാലുത്താൻ പോലും സ്ഥലമില്ല എന്നായിരിക്കും അദ്ദേഹം വിചാരിക്കുക. അദ്ദേഹം തിരിച്ചു പോകും. എന്നിട്ട് പറയും, യാ റബ്ബ്, എൻ്റെ റബ്ബേ, വജത്തുഹാ മൽആ, അത് മുഴുവനും നിറഞ്ഞതായിട്ടാണ് ഞാൻ കാണുന്നത്. അള്ളാഹു പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, പോയിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അദ്ദേഹം വീണ്ടും വരും. നോക്കുമ്പോൾ നിറഞ്ഞതുപോലെയാണ് ഉണ്ടാവുക. വീണ്ടും അദ്ദേഹം വരും. അള്ളാഹുവിനോട് പറയും, യാ റബ്ബ് വജത്തുഹാ മൽആ, അള്ളാഹുവേ, മുഴുവൻ നിറഞ്ഞിട്ടാണ് കാണുന്നത്. അള്ളാഹു പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന, നീ പോയിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഫഇന്ന ലക മിസ്ല ദുനിയാ വഅശറത അംസാലിഹാ, നീ പോയിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചോ, നിനക്ക് ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമുണ്ട്. ഔ ഇന്ന ലക അശറത അംസാലി ദുനിയ, ദുനിയാവും അതിന്റെ 10 ഇരട്ടിയും. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ? കോഴിക്കോട് ജില്ല മാത്രം അല്ല, ദുനിയാവ് മുഴുവനും അതിന്റെ 10 ഇരട്ടിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയും, ഫഇന്ന ലക മിസ്ല ദുനിയാ വഅശറത അംസാലിഹാ, നിനക്ക് ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമുണ്ട്. ഫയഖൂൽ, ഈ കേട്ട ഇദ്ദേഹം പറയും, അതസ്ഖറു ബി വഅൻതൽ മലിക്, അതല്ലെങ്കിൽ അതദ്ഹഖു ബി വഅൻതൽ മലിക്, അല്ലാഹുവേ, രാജാതിരാജനായ നീ എന്നെ പരിഹസിക്കാണോ, എന്നെ കളിയാക്കാണോ റബ്ബേ? സ്വർഗം ഇങ്ങനെ നിറഞ്ഞെടുക്കാണ്, അവസാനമായിട്ട് വന്ന ആളാണ് ഞാൻ, എനിക്ക് ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുണ്ടെന്നാണോ, എന്നെ കളിയാക്കാണോ റബ്ബേ എന്ന് അദ്ദേഹം ചോദിച്ചുപോയി. ഈ ഹദീസ് റിവായത്ത് ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇത് പറയുമ്പോൾ ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹിക ഹത്താ ബദത് നവാജിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അവിടുത്തെ ചിരിപ്പല്ല് അത് പ്രകടമാവുമാറ് അവിടുന്ന് ചിരിച്ചുപോയി ഇത് പറഞ്ഞപ്പോൾ. അദ്ദേഹത്തിന് ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമാണ് അള്ളാഹു നൽകിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകാന യുഖാൽ ദാക അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസില, ദുനിയാവും അതിന്റെ 10 ഇരട്ടിയുമാണ് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനം. ഇപ്പൊ കൂടിയ ആളുകൾക്ക് എന്തായിരിക്കും? ദുനിയാവ് എന്ന് പറഞ്ഞാൽ എത്ര? എന്താണ് അതിന്റെ അളവ്? എന്താണ് അതിന്റെ വലിപ്പം? കണക്കൂട്ടാൻ പറ്റുമോ? അതും അതിന്റെ 10 ഇരട്ടിയും. ഇത് ഒരാൾക്കാണ്, ഒറ്റൊരാൾക്ക്. അത് എപ്പം വന്ന ആള്? നരകശിക്ഷ അനുഭവിച്ചു വന്ന ആളാണ്. ആദ്യമാദ്യം സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് എന്തായിരിക്കും അവിടുത്തെ സ്ഥാനം? എത്രയായിരിക്കും അവിടുത്തെ സ്ഥാനം? സുബ്ഹാനല്ലാഹ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയാൽ മതി എന്നാണോ? അല്ല, ആദ്യമാദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് വലിയ ഗുണപാഠമുണ്ട് നമുക്ക്. സ്വർഗത്തിന്റെ വിശാല വിസ്തൃതി അറിയിക്കുന്ന മറ്റൊരു ഹദീസാണിത്. ഒരാൾക്ക് അല്ലാഹു ഇത് നൽകിയാൽ ബാക്കി ആ സ്വർഗത്തിലുള്ള ആളുകൾക്കൊക്കെ നൽകപ്പെട്ടത് എന്തായിരിക്കും? ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ സുഖങ്ങളും സുഖാനുഭൂതികളും വർദ്ധിക്കുകയാണ് ചെയ്യുക.
സുബ്ഹാനല്ലാഹ്. ആ സ്വർഗത്തിൽ ഈ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടില്ലേ? കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് വേറെയുമുണ്ട്. ചുരുങ്ങിയ രൂപത്തിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു സ്വർഗത്തിൻ്റെ അനുഭൂതികളായിട്ട്. പക്ഷെ ഇതൊന്നും അല്ല സ്വർഗത്തിലെ യഥാർത്ഥ സുഖം. ഇതൊന്നുമല്ല യഥാർത്ഥ സുഖം. പിന്നെ ഏതാണ്? ഏറ്റവും വലിയ ആസ്വാദനവും ഏറ്റവും വലിയ സ്വർഗീയ സുഖവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണലാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ആരാണോ നന്മ ചെയ്തത്, അതോ നേരത്തെ നമ്മൾ കേട്ട ആയത്തുകളൊക്കെ തഖ്വ പാലിച്ച, അള്ളാഹുവിനെ സൂക്ഷിച്ച നല്ല ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവർക്ക് അൽ ഹുസ്നയുണ്ട്, അഥവാ സ്വർഗം. നമ്മൾ കേട്ട സുഖങ്ങളൊക്കെയാണ് ആ അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിലെ എന്തൊക്കെ സുഖങ്ങളുണ്ടോ അതൊക്കെയാണ് അൽ ഹുസ്ന, ഏറ്റവും നല്ലത്, ഏറ്റവും മനോഹരമായത്. വസിയാദ, അധികമായിട്ടുണ്ട്. എന്താണ് ആ വസിയാദ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ കാണുക? വുജൂഹുൻ യൗമഇദിൻ നാദിറ, വുജൂഹുൻ യൗമഇദിൻ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും, വെട്ടിത്തിളങ്ങുന്ന മുഖങ്ങളായിരിക്കും. മുഅ്മിനീങ്ങളുടെ മുഖങ്ങളാണത്. ഇലാ റബ്ബിഹാ നാദിറ, തങ്ങളുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും അവർ. അഥവാ നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് സർവലോകങ്ങളുടെ റബ്ബായ, മലിക്കുൽ ജബ്ബാറായ, രാജാതിരാജനായ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ ഇങ്ങനെ നേർക്ക് നേരെ കാണാൻ സാധിക്കും. അള്ളാഹുവിനെ സ്വർഗക്കാർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്താൽ അതുവരെ അവർക്ക് കിട്ടിയ എല്ലാ സുഖങ്ങളും അവർ മറന്നുപോകും. പിന്നീട് അവർക്ക് ഏറ്റവും ആസ്വാദകരമായി തോന്നുക അള്ളാഹുവിനെ കണ്ടുമുട്ടൽ മാത്രമായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഏറ്റവും സുഖമായി അനുഭവപ്പെടുക റബ്ബിലേക്ക് നോക്കുക എന്ന കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനോട് അത് ചോദിച്ചിരുന്നു. അസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക്, അല്ലാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖാഇക്, അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടാനുള്ള അതിയായ ആഗ്രഹം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാണിത്, നമ്മുടെ ജീവിത ലക്ഷ്യമാണ് ഈ പറഞ്ഞത്. സ്വർഗത്തിലെ സുഖങ്ങളും സുഖാനുഭൂതികളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും അതൊക്കെ അള്ളാഹു നമുക്ക് ഔദാര്യമായി നൽകിയതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ജീവിക്കുന്നത്, സഹോദരങ്ങളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വലിയ പ്രതീക്ഷയിലാണ്. എന്താണ് ആ പ്രതീക്ഷ? ദുനിയാവിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കണമെന്നതല്ല. ദുനിയാവിൽ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും ദുനിയാവിൽ നമുക്കുള്ളതുപോലെ ആസ്വദിക്കാനും ഒക്കെ അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ ദുനിയാവ് അത് നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഈ സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ സുഖങ്ങളെക്കുറിച്ച്, മറ്റുള്ള സുഖങ്ങളെക്കുറിച്ച് ഒരുപാട് പരിശുദ്ധ ഖുർആനിൽ കാണാം, നേരത്തെ നമ്മൾ കേട്ട ആയത്തുകളൊക്കെ. പക്ഷെ ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ രൂപത്തിലാണ് പറഞ്ഞത്. ലിഖാ, അതുപോലെ സിയാദ, ഇതൊക്കെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ് ഏറ്റവും ഉയർന്ന പദവി. നമ്മൾ പലപ്പോഴും സ്വർഗത്തിലെ മറ്റു സുഖങ്ങളെക്കുറിച്ചാണ് ഓർക്കാറുള്ളത്. പക്ഷെ ആ സുഖങ്ങളെ കുറിച്ച് മാത്രമല്ല, മറിച്ച് ഏറ്റവും വലിയ സുഖമായ അള്ളാഹുവിനെ കണ്ടുമുട്ടുക. ഏതാണ് സഹോദരങ്ങളെ അള്ളാഹു? ആരാണവൻ? ദുനിയാവിൽ നമുക്ക് ഒരു ചിത്രമോ ഒരു രൂപമോ ഒന്നുമില്ല. അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അവനാണ് റബ്ബ്, അവനാണ് സൃഷ്ടിച്ചത്, നിയന്ത്രിക്കുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു.
അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ നമ്മൾ വിശ്വസിക്കുന്നു. അവന്റെ നാമഗുണങ്ങളിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനായി റസൂലായി വന്ന ആ റസൂൽ പറഞ്ഞ ഓതിത്തന്ന ആയത്തുകളും അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. 5 നേരം ബാങ്ക് വിളിക്കപ്പെടുമ്പോൾ വരുന്നു, സുജൂദ് ചെയ്യുന്നു. ഏതൊരു റബ്ബിനാണ് നമ്മൾ സുജൂദ് ചെയ്തത്? ഏതൊരു റബ്ബ് കാണുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിന്നത്? ആ റബ്ബിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹു കാണിച്ചു തരും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രതീക്ഷ. ഏറ്റവും വലിയ പ്രതീക്ഷ അതാണ്. ആരൊക്കെ പരിഹസിച്ചാലും ആരൊക്കെ കളിയാക്കിയാലും നമുക്കിത് പ്രതീക്ഷിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. എന്നാൽ പരിഹസിക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും നമ്മെ ആക്ഷേപിക്കുന്നവർക്കുമൊക്കെ എന്തു പ്രതീക്ഷയാണുള്ളത്? ഒരു പ്രതീക്ഷയുമില്ല. ഇന്നലെ കൊത്തിയുണ്ടാക്കിയതിനെ ഇന്ന് ആരാധിക്കും, നാളെ അതിനെ വലിച്ചെറിയും, അടുത്തതിനെ കൊണ്ടേക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ അത് നശിക്കും, പുതിയത് വരും, അതിനെടുത്തെറിയും, അടുത്ത കൊണ്ടുവരും. യഥാർത്ഥ പ്രതീക്ഷ നോക്കൂ, എത്ര മനോഹരമാണ്, എത്ര മഹത്തരമാണ്, എത്ര സന്തോഷമാണെന്ന് നോക്കൂ നിങ്ങൾ. നമ്മളൊരു കെട്ടുകഥകളിൽ നിന്ന് വായിച്ച അനുഭൂതിയല്ല ആയത്തുകൾ വായിക്കുമ്പോൾ. ഇത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അത് കാണുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നു, കാരണം അള്ളാഹു അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിനു വേണ്ടി പണിയെടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക്, ഇതിൻ്റെ ഈ സുഖാനുഭൂതികളിലേക്ക് നമ്മെ എത്തിക്കുന്ന ചില മാർഗങ്ങളുണ്ട്, അതിലേക്ക് നമ്മെ നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർഗത്തിന്റെ താക്കോൽ തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുവാൻ പാടുള്ളതല്ല. അല്ലാഹുവിലുള്ള ഈമാൻ അവനെ നിഷേധിക്കാൻ പാടുള്ളതല്ല. ഈമാനായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് സ്വർഗത്തിന്റെ താക്കോൽ. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതാണ്. അതാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുക. സ്വർഗത്തിന്റെ താക്കോലും സ്വർഗത്തിലേക്കുള്ള വഴിയും അതാണ് തൗഹീദ്. അതിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്നതാണ് ശിർക്ക്, ഏറ്റവും ഗുരുതരമായ അപകടം. അതുകൊണ്ട് ഒന്നാമത്തെ മാർഗം തൗഹീദാണ്. ചെറുതോ വലുതോ ആയ എല്ലാ ശിർക്കിൽ നിന്നും മുക്തരായി തൗഹീദ് പഠിച്ചു മനസ്സിലാക്കിയത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ എല്ലാ സുഖാനുഭൂതികളും നമുക്ക് കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ കാര്യം, അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ചു, അള്ളാഹു അവനിൽ ഭരമേൽപ്പിച്ചു. അങ്ങനെ റബ്ബുമായുള്ള ബന്ധം നന്നാക്കുക. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. അള്ളാഹു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഇബാദത്താണ് നമ്മുടെ ലക്ഷ്യം. ഇസ്തിആനത്ത് അതിലേക്കുള്ള വസീലയാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകണം. അതുകൊണ്ട് അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ നന്നാക്കണം നമ്മുടെ ജീവിതം കൊണ്ട്. മൂന്നാമത്തെ കാര്യം ദുആ, പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സഅലല്ലാഹ അൽ ജന്നത 3 മറാത്തിൻ, ആരെങ്കിലും 3 തവണ അള്ളാഹുവിനോട് സ്വർഗത്തിനു വേണ്ടി ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന, സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ അയാളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. വമൻ ഇസ്തജാറ മിനൻ നാരി 3 മറാത്തിൻ, ആരെങ്കിലും 3 തവണ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവലിനെ ചോദിച്ചാൽ ഖാലത്തിന്നാർ, നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ അയാളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ. ദുആ, പ്രാർത്ഥന, അത് സഹോദരങ്ങളെ സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. നാലാമത്തെ കാര്യം, മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കും, പക്ഷെ അത് തുടർന്നു പോവാൻ പാടുള്ളതല്ല. വേഗത്തിൽ വേഗത്തിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. തെറ്റുകളിൽ മുഴുകി അങ്ങനെ ജീവിച്ചു പോകരുത്. അള്ളാഹു വിളിച്ചിരിക്കുന്നു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ,
അല്ലയോ മുഅ്മിനുകളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അബദ്ധങ്ങൾ സംഭവിക്കും, കുറവുകൾ സംഭവിക്കും. പക്ഷെ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കരുത്. അല്ലാഹുവിലേക്ക് വേഗത്തിൽ തൗബ ചെയ്ത് മടങ്ങുക. കാരണം പാപക്കറകളുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ നമ്മുടെ സ്വർഗപ്രവേശനം അത് തടഞ്ഞു കളയും. അതുകൊണ്ട് വേഗത്തിൽ തൗബ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ ഒരു തെറ്റുപോലും ജീവിതത്തിൽ സംഭവിക്കാത്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100ഓളം ഇസ്തിഗ്ഫാർ ഒരു ദിവസം ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, എത്ര അബദ്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ ശ്രദ്ധിക്കണം. അബദ്ധം സംഭവിച്ചു പോയാൽ ഒരു ചെറുകഥ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു ചെറുകഥ, ഖിസ്സത്തുൻ സഗീറ. ഖാല, ഒരാൾ പറഞ്ഞു, സഅതൂബു ഗദൻ, ഞാൻ നാളെ തൗബ ചെയ്യാം. നാമ വലം യസ്തൈഖിൻ, അതും പറഞ്ഞവൻ ഉറങ്ങി, പിന്നീട് അവൻ ഉണർന്നില്ല. നഊദു ബില്ലാഹ്. ഒരു ചെറുകഥയായി ആരോ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, നാളെ തൗബ ചെയ്യാം, നാളെ നന്നാവാം എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിച്ച ആളുകൾ ഈ രാത്രി അവസാനിക്കുന്നതിൻ്റെ മുന്നേ മരിച്ചുപോയി. അങ്ങനെ എത്ര കാണാം നമുക്ക്. അത്തരമൊരു ദുരവസ്ഥയിൽ ഉണ്ടാവരുത്. വേഗത്തിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി പാപക്കറകളിൽ നിന്നും നമ്മൾ മുക്തമായിരിക്കണം. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട ശിർക്കും കുഫറും അതുപോലെ കൊലപാതകവും വലിയ വലിയ പാപങ്ങൾ അത് മാത്രമല്ല. നമ്മുടെ കണ്ണിൽ ചെറുതായ നിസാരമായിട്ടുള്ള പലതും വൻപാപങ്ങളാണ് എന്ന് നമുക്ക് കാണാം. ചെറിയ ചെറിയ കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്ന പലതും വൻപാപങ്ങളായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഏത് കാര്യവും പറയാൻ എളുപ്പമാണ്, ജീവിതത്തിൽ പാലിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തൗബ അള്ളാഹുവിലേക്ക് വേഗത്തിൽ. 5ാമത്തെ കാര്യം, നമ്മുടെ മുഖ്യ ശത്രുവിനെ നമ്മൾ കരുതിയിരിക്കുക. ആരാണ് മുഖ്യ ശത്രു? പിശാചാണ്, ശൈത്താനാണ്. ആ പിശാചിന്റെ ശൈത്താനിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാൽപാടുകൾ പിന്തുടർന്നാൽ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴിക്ക് കുറുകെ അവൻ ഇരിക്കും. അള്ളാഹുവിനോട് അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കരുതിയിരിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കാൻ മനസ്സ് മന്ത്രിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നന്മ ഒരിക്കലും പിശാച് നമുക്ക് പറഞ്ഞു തരില്ല. നമുക്ക് നന്മകളായി നൈമിഷികമായി ചില സുഖങ്ങൾ പിശാച് പറഞ്ഞു തരും. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യമാണോ, ആളുകൾ കാണുന്ന നമ്മൾ പേടിക്കുന്നുണ്ടോ, തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് ചെയ്യാൻ നമുക്ക് പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ മനസ്സിലാക്കുക. പിശാചിന്റെ കാലടിപ്പാടുകൾക്ക് മുകളിലാണ് നമ്മളുള്ളത്. പിശാചിന് നമ്മളോട് ഭയങ്കര സ്നേഹമല്ലേ എന്ന് വിചാരിക്കരുത്. പിശാച് അവന്റെ കാൽപ്പാടുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് അതിന്റെ മുകളിൽ കയറി നമ്മൾ സഞ്ചരിക്കാനാണ്. അതോടുകൂടി സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ തെറ്റിപ്പോകും. സ്വർഗത്തിലേക്കുള്ള ഈ പാതയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും എന്നതാണ്. അതുകൊണ്ട് ആ മുഖ്യ ശത്രുവിനെ കരുതിയിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 6ാമത്തേത്, അവസാനമായി അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നന്മകൾ, ഇബാദത്തുകൾ, നല്ല കാര്യങ്ങൾ അത് നമ്മുടെ മുന്നിലേക്ക് വന്നാൽ സൗഫ എന്ന് പറയരുത്. എന്താണ് സൗഫ എന്ന് പറഞ്ഞാൽ? കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിക്കരുത്. നന്മകൾ, നിർബന്ധമായ കാര്യങ്ങൾ, അതിലൊരളവില്ല. നിർബന്ധമായ കാര്യങ്ങൾ അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം. അതുപോലെ അതല്ലാത്ത എന്തൊക്കെ നന്മകളുണ്ടോ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് വേഗത്തിൽ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു നമ്മോട് പറഞ്ഞത് പതുക്കെ മെല്ലെ വന്നാൽ മതി എന്നല്ല, കുതിച്ചു മുന്നേറുക, വേഗത്തിൽ ചെല്ലുക എന്നാണ്. എവിടേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. ഏതാണ് ആ സ്വർഗം? നേരത്തെ നമ്മൾ കേട്ട സ്വർഗമാണ്.
ഒന്നുകൂടി അള്ളാഹു പറഞ്ഞു, അർളുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള ആ സ്വർഗം, അതിലേക്ക് നിങ്ങൾ വേഗത്തിൽ വേഗത്തിൽ കുതിച്ചു ചെല്ലുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നീട് നമ്മൾ വിചാരിക്കരുത്, പ്രത്യേകിച്ച് മതപഠനം, ദീൻ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഒരുപാട് പരീക്ഷണങ്ങളും ചിന്തകളും അലോസരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതിനേക്കാൾ ഒരു പൂന്തോട്ടം നമുക്ക് ദുനിയാവിൽ വേറെ കിട്ടാനില്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. പഠിക്കുക, അറിയുക, ഇവിടെ ഇരിക്കുന്ന കുട്ടികളായാലും ശരി, മുതിർന്ന ആളുകളായാലും ശരി, മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കിപ്പോൾ സമയമില്ല, കുറച്ചേട്ടെ, അല്ല, വേഗത്തിൽ 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 ചെയ്യും. ചെറിയൊരു കാര്യമാട്ടെ, വേഗത്തിൽ ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞതുപോലെ ആകാശഭൂമികളുടെ വിശാല വിസ്തൃതിയുള്ള ആ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. ഒരുപാടുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം പണ്ഡിതന്മാർ പറഞ്ഞത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.